അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. അപ്പോൾ ബാക്കി പാടി നോക്കാം. ആദ്യം ജൂത്ത് ഹെ തേരി ജൽ ഔർ തൽ മേ, ബാസ് ഹെ തേരി ഫൂൽ और फल में, हर दिल में है तेरा बसेरा, तू पास और घर दूर है तेरा, तू है अकेलों का रखवाला, तू है अंधेरे घर का उजाला. ജൂത്ത് ഹെ, ജൂത്ത് എന്ന് പറഞ്ഞാൽ ജൂത്ത് പ്രകാശം, ജൂത്ത് ഹെ പ്രകാശമാകുന്നു, തേരി നിൻ്റെ, ജൽ വെള്ളത്തിലും, അവർ തൽമേ, തൽ എന്ന് പറഞ്ഞാൽ മണ്ണ് അല്ലെങ്കിൽ ഭൂമി, നിൻ്റെ ഭൂമിയിലും വെള്ളത്തിലുമെല്ലാം നിൻ്റെ പ്രകാശമാകുന്നു. ബാസ് ഹെ തേരി, ബാസ് നല്ല വാസനയാകുന്നു, ഗന്ധം വാസന എന്നൊക്കെ അർത്ഥം. തേരി നിൻ്റെ, ബാസ് ഹെ വാസനയാകുന്നു, നല്ല മണമാകുന്നു, തേരി നിൻ്റെ, ഫൂൽ പുഷ്പത്തിലും, അവർ ഫൽ മേ, ഫൽ എന്ന് പറഞ്ഞാൽ പഴത്തിലും, നിൻ്റെ പുഷ്പത്തിലും പഴത്തിലുമെല്ലാം നല്ല വാസനയാകുന്നു. ഹർ ദിൽ മേ ഹേ, എല്ലാ മനസ്സിലുമുണ്ട്, തേരാ ബസേര, നിൻ്റെ രാപ്പാർക്കൽ. ഈ വരിക്ക് രണ്ടാശയം ഉണ്ടാകും. ഒന്ന്, എല്ലാ മനസ്സിലും നിൻ്റെ രാപ്പാർക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാ മനസ്സിലും ആണ് നിൻ്റെ ഉറവിടം, അതായത് നീ നിലനിൽക്കുന്നത് എല്ലാവരുടെയും മനസ്സിലാണ് എന്ന്. അല്ലെങ്കിൽ രണ്ടാമത്തെ അർത്ഥം, എല്ലാ സമയത്തും എല്ലാവരും രാപ്പാർക്ക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നമ്മളെ താമസ സ്ഥലമാണല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ എല്ലാവരും ഓർക്കുന്നത് അവരുടെ മനസ്സിലാണ് എന്ന്, അല്ലേ? നമ്മളൊക്കെ നമ്മുടെ മനസ്സിൽ അള്ളാഹു ഉണ്ടല്ലോ. അപ്പോൾ അതാണ് പറഞ്ഞത്. ഇനി അടുത്തത്, തൂ പാസ് ഔർ ഘർ ദൂർ ഹേ തേര, തൂ പാസ് നീ അടുത്താകുന്നു, ഔർ ഘർ ദൂർ ഹേ തേര നിൻ്റെ വീട് ദൂരെയാകുന്നു. ദൂരം എന്ന് പറഞ്ഞാൽ ദൂരെ. ഓക്കെ. പിന്നെ തൂ ഹേ അക്കേലോങ്ക, നീയാകുന്നു അക്കേലോങ്ക ഒറ്റപ്പെട്ട ആൾക്കാരുടെ രഖ്വാല. രഖ്വാല എന്ന് പറഞ്ഞാൽ സംരക്ഷണം നൽകുന്നവൻ, സംരക്ഷണം നൽകുന്നവൻ. ഓക്കെ, നീയാണ് ഒറ്റപ്പെട്ടവരുടെ സംരക്ഷണം നൽകുന്നവൻ. തൂ ഹേ അന്ധേരെ ഘർ കാ ഉജാല, നീ ഇരുട്ടുള്ള വീടിൻ്റെ പ്രകാശമാകുന്നു. തൂ ഹേ നീയാകുന്നു, അന്ധേരെ ഘർക്ക, അന്ധേര ഇരുട്ടുള്ള, ഘർക്ക വീടിൻ്റെ, ഉജാല പ്രകാശം. ഓക്കെ. അപ്പോൾ എല്ലാവിധ ഇരുട്ടുകളിലും അല്ലാഹു തആല നമ്മെ സഹായിക്കാൻ വരും എന്നർത്ഥം. അതുപോലെ തന്നെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമ്മെ സഹായിക്കാൻ അല്ലാഹു ഉണ്ടാകുന്ന, ഖുദാ ഉണ്ടാകുന്ന. അടുത്തത്, ബേ ആസോം കി ആസ് തുഹി ഹേ, ബേ ആസോം കി, ആസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ആസ് എന്ന ആശ. അപ്പോൾ ബേ ആസ് എന്നാൽ എന്ത്? നിരാശ. ഓക്കെ, ബേ ആസ് നിരാശ. നിരാശ ഉള്ളവരുടെ ആശ, ആശ തു ഹി ഹേ നീ ആകുന്നു. അതുപോലെ തന്നെ ജാഗത്തെ ഉണരുന്ന, അതേമാതിരി തന്നെ സോത്തെ ഉറങ്ങുന്ന, ഉറങ്ങുന്നവൻ്റെയും ഉറങ്ങുന്നതിൻ്റെയൊക്കെ അടുത്ത് പാസ് തു ഹി ഹേ നീയാകുന്നു. ജാഗത്തെ സോത്തെ പാസ് തു ഹി ഹേ. അടുത്തത്, സോച്ച് മേ ദിൽ ബഹ്ലാനെ വാലെ, സോച്ച് മേ ചിന്തയിൽ, ദിൽ മനസ്സിനെ, ബഹ്ലാനെ എന്നാൽ സന്തോഷിപ്പിക്കുന്നവൻ ആരാണ്? അല്ലാഹുവാണ്. ബിപ്ത മേ കാം ആനെ വാലെ, ബിപ്ത എന്ന് പറഞ്ഞാൽ വിപത്ത്, അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു, മാഞ്ഞു പോയതാണ്. ബിപ്ത എന്നാൽ വിപത്ത്, അതുപോലെ തന്നെ ആപത്ത്, വിപത്ത്. അതേമാതിരി തന്നെ കാം ആനെ വാല എന്നാൽ സഹായിക്കുന്നവൻ. ഓക്കെ. ഹിൽത്തെ ഹൈ പത്തെ തേരെ ഹിലായെ, ഹിൽത്തെ ഹേ ആടുന്നു, ഹേ പത്തെ ഇല ആടുന്നു, അത് തേരെ ഹിലായെ നിൻ്റെ, നീ ഇളക്കിയിട്ടാണ് അത് ആടുന്നത്. അതുപോലെ തന്നെ കിൽത്തെ ഹൈ, കിൽത്തി ഹൈ കുലിയാൻ തേരെ കിലായെ, സോറി, കിൽത്തി ഹൈ, കിൽത്തി ഹേ എന്നെ വിടരുന്നു, കുലിയാൻ പൂമൊട്ടുകൾ വിരിയുന്നു, അതെങ്ങനെയാണ്? തേരി കിലായെ നിൻ്റെ വിടർത്തലാണ്. അപ്പോൾ പൂമൊട്ടുകളൊക്കെ വിടർത്തുന്നവൻ അള്ളാഹുവാണ് അർത്ഥം. തൂഹി ഡുബൂയെ, നീയാണ് മുക്കുന്നതും, തൂഹി തിറായെ നീയാണ് നീന്തിപ്പിക്കുന്നത്. അതായത് എന്തെങ്കിലും വെള്ളത്തിലൊക്കെ നമ്മൾ മുങ്ങിപ്പോവാണെങ്കിൽ മുക്കിപ്പിക്കുന്നത്, അതായത് ഹൈറും ഷെറും പഠിച്ചവൻ്റെ ഭാഗത്തു നിന്നാണല്ലോ. അങ്ങനെ നീയാണ് നമ്മളെ മുക്കുന്നതും, നീ തന്നെയാണ് നീന്തിപ്പിക്കുന്നതും. അപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ ഒരു വെള്ളത്തിൽ വീണാൽ മുങ്ങിപ്പോകും, അവർ മുക്കിയതര അതും പഠിച്ചവനാണ്. അവരെ കുറേ ആൾക്കാർ രക്ഷപ്പെടും, അതും രക്ഷപ്പെടുത്തിയതും പഠിച്ചവനാണ്.
തൂഹി ബേഡ പാർ ലഗായെ, നീ തന്നെയാണ് ഉദ്ദേശം പൂർത്തീകരിക്കുന്നവൻ. ബേഡ പറഞ്ഞാൽ എന്ത്? ഉദ്ദേശം പൂർത്തിയാവുക. തൂഹി നീ തന്നെയാണ് ഉദ്ദേശം പൂർത്തിയാക്കി തരുന്നവൻ. ഇനി ഇവിടെ ലഗാന എന്നുള്ളതിന് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. ലഗാന എന്ന് പറഞ്ഞാൽ ചേർക്കുക, കൂടുക, ഒട്ടിക്കുക, പറ്റിക്കുക. പറ്റിക്കാൻ ആളെ പറ്റിക്കുന്നതിനല്ല, ഒരു സാധനം അവിടെ സ്റ്റിക്കറാക്കി ഒട്ടിക്കൂല, അതിനാണ് പറ്റിക്കാര. അതുപോലെ തന്നെ ക്രമപ്പെടുത്തുക, ക്രമീകരിക്കുക, ഏർപ്പെടുത്തുക, ശരിയാക്കുക, ഘടിപ്പിക്കുക, തൂക്കിയിടുക. അപ്പോൾ ഇതിലുള്ള ഏതർത്ഥം അവിടെ വെച്ചാലും ശരിയാവും. അതായത് ഉദ്ദേശം പൂർത്തിയാകാൻ അതിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് പഠിച്ചവനാണ്. അപ്പോൾ ലഗാന എന്നുള്ളത് നമുക്കിനി വരും പാഠങ്ങൾ ഒരുപാട് വരാനുള്ളത് കൊണ്ടാണ് ഈ എല്ലാ അർത്ഥം, ബാക്കിയുള്ള ഒരുപാട് വാക്കുകൾക്ക് എന്തുണ്ട്, ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പക്ഷേ ഈ എല്ലാ അർത്ഥവും നിങ്ങൾക്ക് പറഞ്ഞുതരാൻ കാരണം ഇത് നമുക്ക് ഇനിയുള്ള വരും പാഠങ്ങൾ ഒരുപാട് ആവശ്യമുണ്ട്. അപ്പോൾ ഈ അർത്ഥം എല്ലാം നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ അർത്ഥങ്ങളൊക്കെ രാജ, പ്രജ, ജഗത്ത്, നാവോ, കേന, ജൂത്ത്, ജൽ, തൽ എന്നുള്ള അർത്ഥങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. അതിൻ്റെ ഉറുദു അർത്ഥം തന്നെ പഠിച്ചാൽ വളരെ ഉഷാറായി. അതുമാതിരി തന്നെ ബാസ്, ആസ്, ബിപ്ത. ഓക്കെ, ബിപ്ത എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു മുസീബത്ത്. ഇനി ഓർ കീജിയെ, ചിന്തിക്കാനുള്ളതാണ്. ജബ് കോയി ഹംസെ ദൂർ ഹോ ജാത്താ ഹെ, ജബ് എപ്പോൾ കോയി ഏതെങ്കിലും ഒരാൾ ഹംസെ നമ്മളിൽ നിന്ന് ദൂർ ഹോ ജാത്താ ഹെ ദൂരത്താകുന്നു, അവർ നസർ നഹി ആത്ത നമ്മളെ കണ്ണിൽ പെടുന്നില്ല, അതിനെയാണ് നമ്മളെന്ത് ഉസേ അതിനെ നസർ നഹി ആത്ത തോ അപ്പോൾ ഉസേ അതിനെ എന്ത് ആങ്കോസെ കണ്ണുകളിൽ നിന്ന് ഊജൽ ഹോന കഹത്തെ ഹേ. ആങ്കോസെ കണ്ണുകളിൽ നിന്ന് ഊജൽ, നമ്മൾ നാളെ പറഞ്ഞ മറയുക എന്നുള്ള ഊജൽ. അപ്പം എപ്പോഴാണ് നമ്മൾ ആങ്കോസെ ഊജൽ എന്ന് പറയുക? അത് കണ്ണിൽ നിന്ന് കാണാതിരിക്കുമ്പോൾ ആണ് എന്ന്. അതാണ് ഒന്നാമത് ചിന്തിക്കാനുള്ള കാര്യം. അടുത്തത് നാവോ ജഗത് കി ഖേനെ വാലെ. നാവോ ജഗത് കി ഖേനെ വാലെ എന്ന് പറഞ്ഞാൽ എന്ത്? ഉസേ മത്ലബ് അതിൻ്റെ ഉദ്ദേശം യേ ഹേ ഇതാകുന്നു. എന്താണ്? കെ എന്തെന്നാൽ ഖുദാ ഇസ് ദുനിയാ കാ നിസാം ചലാ രഹാ ഹേ, അല്ലാഹുവാണ് ഈ ലോകത്തിൻ്റെ ഘടനകളെ ചലിപ്പിക്കുന്നത്. അടുത്ത മൂന്നാമത്തെ ചിന്തിക്കാനുള്ള കാര്യം ജൽ ഔർ थल में खुदा की जूत होने का मतलब है. ജൽ ഔർ തൽ മേ, ജൽ എന്ന് പറഞ്ഞാൽ ജലത്തിലും, തൽ എന്ന് പറഞ്ഞാൽ മണ്ണിലും, ഹുദാക്കി അള്ളാഹുവിൻ്റെ ജൂത്ത് പ്രകാശം, ഹോനേക്ക ഉണ്ടാവുന്നതിൻ്റെ മത്ലബ് ഉദ്ദേശം ഹേ ആകുന്നു. കെ എന്തെന്നാൽ സാരി ദുന്യാമേ ദുന്യാവ് മുഴുവൻ ഉസീക്ക് അള്ളാഹുവിൻ്റെ റോഷനി ഹേ പ്രകാശമാകുന്നു. പിന്നെ അടുത്തത് ബേഡ പാർ ലഗിനേക്ക മത്ലബ് അതിൻ്റെ ഉദ്ദേശം നമ്മൾ നേരത്തെ പറഞ്ഞത് കാമിയാബ് ഹോജാന, അത് ഉദ്ദേശം പൂർത്തിയാകുക, അതിൽ വിജയം കാണുക എന്നർത്ഥം. ഇനി നിങ്ങൾക്കുള്ള ചോദ്യോത്തരങ്ങളാണ്. ചോദ്യവും ഉത്തരം ഞാൻ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ അതുപോലെ എഴുതിയിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തരാം. പഹലെ ഷേർമേ ഒന്നാമത്തെ കവിതയിൽ രാജ और പ്രജ का മാലിക് കിസെ കഹാ ഗയാ ഹെ, രാജാവിൻ്റെയും പ്രജയുടെ മാലിക്കായിട്ട് കിസെ കഹാ ഗയാ ഹെ, ആരെയാണ് പറയപ്പെട്ടത്? അപ്പോൾ ഇതിൻ്റെ ഉത്തരം പഹലെ ഷേർമേ ഞാൻ പറഞ്ഞ മാതിരി തന്നെ എഴുതണം കേട്ടോ. പഹലെ ഷേർമേ രാജ और പ്രജ का മാലിക് ഖുദാ കോ കഹാ ഗയാ ഹെ, അല്ലെങ്കിൽ ഖുദാ കഹാ ഗയാ ഹെ. ഓക്കെ, ഇനി രണ്ടാമത്തത് ഫൂൽ और फल में खुदा की कौन सी हॉबी का जिक्र है. പുഷ്പത്തിലും ഇതിലുമെല്ലാം അള്ളാഹുവിൻ്റെ ഏത് നന്മയുടെ ദിക്കറാണുള്ളത്? അപ്പോൾ എൻ്റെ ഉത്തരം ഫൂൽ और फल में खुदा की बास का जिक्र അല്ലെങ്കിൽ ഇസ് ഹൂബി का जिक्र है, ഓ खुदा ബാസ് है. ഓക്കെ, പിന്നെ അടുത്തത് തൂ ഹേ അന്ധേരെ ഘർ കാ ഉജാല. രണ്ടാമത്തെ ഉത്തരം ഒന്നുകൂടി പറഞ്ഞാല ഫൂൽ और फल में खुदा का बास का जिक्र है എന്ന് പറഞ്ഞാൽ മതി. ഇനി മൂന്നാമത്തത് തൂ ഹേ അന്ധേരെ ഘർ കാ ഉജാല എന്നുള്ളത് യഹാൻ, ഇവിടെ തൂ എന്നുള്ളതിൻ്റെ ക്യാ മുറാദ്, തൂ എന്നുള്ളതിൻ്റെ മുറാദ് എന്താകുന്നു? അപ്പോൾ തൂ ഹേ അന്ധേരെ ഘർ കാ ഉജാല എന്നുള്ളതിൻ്റെ എന്ന് ഇത്, എന്നിട്ട് യഹാ ഇവിടെ തൂ സേ മുറാദ് ഖുദാ ഹേ എന്ന് എഴുതുക. ഓക്കെ, ഇനി ഇവിടെ പൂരിപ്പിക്കാനുള്ളതാണ്. ഇവിടെ സബ്മേ എന്നാണോ സബ്സേ എന്നാണോ? ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ജൂത്ത് ഹേ തേരി എന്നാണോ മേരി എന്നാണോ? അങ്ങനെ ഓരോ സ്ഥലത്തും പൂരിപ്പിക്കുക. അടുത്തത് പഠിയെ സംജിയെ और लिखिए.
ഇവിടെ പഠിക്കുക, മനസ്സിലാക്കുക, എഴുതുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്കുക, സുഖ് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ ദുഃഖ് എന്നുള്ളത്. ദിൻ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് രാത്ത്, അച്ച എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ബുര. അപ്പോൾ അലിഫിൻ്റെ ഭാഗത്ത്, അലിഫ് പറഞ്ഞാൽ ഇതാ ഈ കോളത്തിൽ, അലിഫ് കോളത്തിൽ അലിഫിൻ്റെ തഹത്തിൽ ലിക്കിയെ, അതിൻ്റെ അടിയിൽ എഴുതിയ ബാമെ ലിക്കേ ഹുയെ അൽഫാസ് കി സിദ് ഹെ, അതിൻ്റെ ഓപ്പോസിറ്റ് ആകുന്നു. ബായിൽ എഴുതിയതിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ അലിഫിൽ എഴുതിയത് എന്നർത്ഥം. അപ്പോൾ ജയ്സെ കാല കി സിദ് സഫേദ്, കാല എന്നുള്ളത് കറുപ്പ്, അതിൻ്റെ സിദ് ഓപ്പോസിറ്റ് എന്താ? സഫേദ്, വെളുപ്പ് എന്നുള്ളതാണ്. ഓക്കെ. സുബഹിക്ക് സിദ്, സുബിൻ്റെ സിദ് എന്താ? ശ്യാമ്. ഓക്കെ. അപ്പോൾ ഇസ് തറഹ ഇപ്രകാരം ഇൻ ലഫ്ലോക്ക് മുതസാദ് ലിക്കിയെ, ഈ ലഫ്ലുകളുടെ സിദ് എഴുതുക. താഴെയുള്ള ലഫ്ലുകൾ അപ്പോൾ ഞാൻ തന്നെ എഴുതി തന്നിട്ടുണ്ട്, നിങ്ങളത് നോക്കിയാൽ മതി. നോക്കാം. അപ്പോൾ രാജ, സോന, ഡൂബന, അന്തേര, പാസ്, ജല്ല്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ലിദ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സുഖമാണ്. തേർന എന്നുള്ളതിൻ്റെ ലിദ് എന്താണ്? നീന്തുക, ഡൂബന. ദൂരം എന്നുള്ളതിൻ്റെ പാസ്, തെൽ എന്നുള്ളതിൻ്റെ ജല്ല്, സോന, ജാഗന. അപ്പോൾ അങ്ങനെ എഴുതിയെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെ അർത്ഥവും പഠിക്കണേ. അടുത്തത് ഇൻ ലഫ്ലോൻസ് ജുംല ബനായിയെ, ഈ ലഫ്ലുകളിൽ നിന്ന് ജുംല ഉണ്ടാക്കുക. അത് ജുംല ഉണ്ടാക്കിയിട്ട് എഴുതുക. അപ്പം നിങ്ങൾ എഴുതാനുള്ളത് ഈ ചോദ്യോത്തരവും അതുപോലെ തന്നെ ഈ ജുംല ഉണ്ടാക്കിയിട്ട് എഴുതാനുള്ളതാണ്. അപ്പോൾ വളരെ വൃത്തിയായ ഇതിൽ എഴുതിയാൽ എനിക്ക് ശരി തെറ്റൊക്കെ പറഞ്ഞു തരാൻ കഴിയും. അപ്പോൾ എഴുതിയിട്ട് എനിക്ക് നല്ല ക്ലിയറുള്ള ഫോട്ടോ അയച്ചു തരണം. അതുപോലെ തന്നെ ഇത് ചേരുംപടി ചേർക്കാനുള്ളതാണ്. ഇഷാറയ്ക്ക് മുതാബിക്ക് ബാക്കി മുസ്റോക്ക് സ്വഹി തർത്തീബ് മിലായി, നല്ല സ്വഹിയായ രീതിയിൽ തർത്തീബാക്കി വെക്കുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മുഴുവൻ കേട്ടതിന് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.